ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरों श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगण रघुनाथामिदं तं सजीवं साद्वैतं सावधूतं परिणसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगण ललिता शिविशाखान्वितंश्च। हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमोस्तुते। तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंदा। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। वैराग्य विद्या निज भक्ति योगा शिक्षार्थम एक पुरुष पुराण श्री कृष्ण चैतन्य शरीरधारी कृपाम्बुदीर्घस्तमहं प्रपद्ये। पंचतत्वात्मकं कृष्णं भक्तरूपा स्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्ति शक्तिकम्। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंद। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंद। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंद। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमः। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. സോ എല്ലാവർക്കും ഇന്നത്തെ ചൈതന്യ ചരിതാമൃത ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീല മൂന്നാമത്തെ അധ്യായം 33-ാമത്തെ ശ്ലോകം നോക്കാം. ദുഭ്രിൻ ധാതുർ അർത്ഥ പോഷണധാരണ കുശീല ധരീല പ്രേമ ദിയ ത്രിഭുവന. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ദുഭൃംഗധാതുര അർത്ഥപോഷണധാരണ കുശീലധൈര്യ പ്രേമ ദിയ ത്രിഭുവന. വിവർത്തനം ബൈ ശീല പ്രഭുപാദ്. ജയ ശീല പ്രഭുപാദ്. ദുഭൃങ് എന്ന ധാതുപദം വിശ്വംഭരൻ എന്ന വാക്കിന്റെ മൂലം പോഷണം, പാലനം എന്നിവയെ കുറിക്കുന്നു. ഭഗവത് പ്രേമം വിതരണം ചെയ്താണ് അവിടുന്ന് ത്രിലോകങ്ങളെയും പോഷിപ്പിക്കുന്നത്. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. The verbal root dhubrin, which is the root of the word Vishwambhara, indicates nourishing and maintaining. He, Lord Chaitanya, nourishes and maintains the three words by distributing love of God. അപ്പോൾ ഇവിടെ ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ ആദ്യത്തെ 24 വർഷം ഭഗവാൻ അറിഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? അതായത് സന്യാസം എടുക്കുന്നവരെ വിശ്വംഭര എന്നുള്ള പേരിലാണ്. നിമായ എന്നുള്ള പെറ്റ് നെയിമിലും അറിഞ്ഞിരുന്നു, പക്ഷെ ശരിക്കുള്ള പേരെന്തായിരുന്നു? വിശ്വംഭര. അപ്പൊ സന്യാസം എടുക്കുന്നവരെ വിശ്വംഭര എന്ന പേരിലാണ്. എന്നാണ് അതിന്റെ അർത്ഥം? പരിപാലകൻ, പോഷണം ചെയ്യുന്നവൻ. നറിഷസ് ആൻഡ് മെയിൻറ്റെയിൻസ്. 3 വേർഡ്സ്. ഓക്കെ, 3 ലോകങ്ങളും നറിഷ് ചെയ്യുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു ബൈ ഡിസ്ട്രിബ്യൂട്ടിങ് ലവ് ഓഫ് ഗോഡ്. എങ്ങനെയാണ് ചൈതന്യ മഹാപ്രഭു അല്ലെങ്കിൽ വിശ്വംഭരൻ 3 ലോകത്തിനും ഇത് സമ്മാനിച്ചത്, ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്? എങ്ങനെയാണ്? ഹരേ കൃഷ്ണ. മഹാമന്ത്രം. ഹരേ കൃഷ്ണ. മഹാമന്ത്രം തന്നിട്ട്. മഹാമന്ത്രം കൊണ്ടോ? പക്ഷെ ചൈതന്യ മഹാപ്രഭു 3 ലോകത്തിലും പോയിട്ടുണ്ടോ? ഇവിടെ പറയുന്നു ഈ നറിഷസ് ആൻഡ് മെയിൻറ്റെയിൻസ് ദ 3 വേൾഡ് ബൈ ഡിസ്ട്രിബ്യൂട്ടിങ് ലവ് ഓഫ് ഗോഡ്. ലവ് ഓഫ് ഗോഡ്. കൃഷ്ണൻ പറയുമ്പോൾ 3 ലോകത്തിലും കൊടുത്തു എന്നാണ് പറയുന്നത്. ചൈതന്യ മഹാപ്രഭു എവിടേക്കാണ് പോയിട്ടുള്ളത്? ഇന്ത്യയിൽ പോയിട്ടുണ്ടാവും അല്ലേ? അന്നത്തെ ഭാരതത്തിൽ പോയിട്ടുണ്ട്. പക്ഷെ 3 ലോകത്തിലും പോയിട്ടുള്ള എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? പിന്നെ എന്താണ് ഇതിന്റെ അർത്ഥം?
നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? പല യുഗങ്ങളിലും ഹരേ കൃഷ്ണ പ്രഭുജി, ഹരേ പല കൃഷ്ണ. യുഗങ്ങളിലും ചൈതന്യ മഹാപ്രഭു അവതരിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എവിടെയാ പല എഴുതിയിരിക്കുന്നതെന്ന് കൽപ്പങ്ങൾ, യുഗങ്ങളില്ല, കൽപ്പങ്ങളില്. പക്ഷെ അതൊക്കെ അത് പോട്ടെ. ഈ അറ്റ്ലീസ്റ്റ് ഈ സമയത്ത് നമുക്ക് 520 വർഷം മുമ്പ് ജനിച്ചിട്ടില്ല, അവതരിച്ചിട്ടുള്ള ചൈതന്യ മഹാപ്രഭു മറ്റ് ലോകങ്ങളില്, ഉപരിലോകങ്ങളിൽ പോയിട്ട് എവിടെയും വായിച്ചിട്ടുണ്ടോ? നമ്മളില്ല. പക്ഷെ ഇവിടെ പറയുന്നു, ലോർഡ് ചൈതന്യ nourishes and maintains the three worlds by distributing love of God. അപ്പൊ എങ്ങനെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും? പോയിട്ടില്ല എന്ന് ഉറപ്പാണ്. ചൈതന്യ മഹാപ്രഭു മറ്റ് മഹാപ്രഭു തന്നെ മഹാപ്രഭു ശ്രീകൃഷ്ണൻ തന്നെയല്ലേ ഭഗവാൻ? സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് തന്നെയല്ലേ? അപ്പൊ അദ്ദേഹം തന്നെ, ഭഗവാൻ തന്നെ ഓരോ യുഗത്തിലും അവതരിച്ചിട്ടുണ്ടല്ലോ. അല്ല, ഇവിടെ ചൈതന്യ മഹാപ്രഭുവിന്റെ കാര്യം പറയുന്നു. ലോർഡ് ചൈതന്യ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്, nourishes and maintains the three worlds by distributing love of God. അതായത് ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ ആന്തോളനില്, അതായത് ഈ നാമസങ്കീർത്തന യജ്ഞത്തില് 3 ലോകത്തു നിന്നും സിറ്റിസൺസ് വന്നിട്ടുണ്ടായിരുന്നു. നാരദ മഹർഷി ഉണ്ടായിരുന്നു, ബ്രഹ്മാവ് ഉണ്ടായിരുന്നു, ശിവഭഗവാൻ ഉണ്ടായിരുന്നു, ഇന്ദ്രൻ ഉണ്ടായിരുന്നു, ചന്ദ്രൻ, വരുണൻ, ഇവരെല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ നാമസങ്കീർത്തന യജ്ഞം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ദേവീ ദേവന്മാരും ഉപരി ലോകങ്ങളിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് കൊടുത്താൽ പോരെ, അവര് ഇൻ ടേൺ മറ്റുള്ളവർക്ക് കൊടുക്കും, അവരെ ലോകത്തിൽ കൊടുക്കും. എല്ലാ ദേവീ ദേവന്മാരും എത്തിയിട്ടുണ്ട്. കാരണം ചൈതന്യ മഹാപ്രഭു ആരാണ്? സ്വയം കൃഷ്ണ ഭഗവാനാണ്, അല്ലെ? കൃഷ്ണ ഭഗവാൻ എവിടെയുണ്ടോ, എവിടെ നാമസങ്കീർത്തനം ഉണ്ടോ അവിടെ എല്ലാവരും എത്തും, എവിടെ ഹരികഥയുണ്ടോ അവിടെ എല്ലാവരും എത്തും, അല്ലേ? അപ്പോൾ ഹരികഥ, ഹരികീർത്തൻ, ഇതിനെ നമ്മൾ വ്യത്യസ്തമായിട്ട് കാണാൻ പാടില്ല. ഹരികീർത്തനും ഹരികഥയും ഒന്നാണ്. പരീക്ഷിത് മഹാരാജ, അതായത് ശൗനകാദി ഋഷികളെ സൂത ഗോസ്വാമി പറയുന്നുണ്ട്, പരീക്ഷിത് മഹാരാജാവിനെ പറ്റി ഞങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അത് കൃഷ്ണനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ, ശ്രീകൃഷ്ണ ഭഗവാന്റെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഞങ്ങൾക്ക്, അതായത് പരീക്ഷിത് മഹാരാജാവിന്റെ സ്വന്തമായിട്ടുള്ള ഗ്ലോറീസ് അല്ല വേണ്ടത്, ആ ഗ്ലോറിയസ് കൃഷ്ണനുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഞങ്ങൾക്ക് അറിയാനുള്ള ആഗ്രഹമുണ്ട്. അതേപോലെ തന്നെ ഭഗവാന്റെ ലീലകളും, അതായത് ഭഗവാന്റെ കഥകളും ഭഗവാന്റെ കീർത്തനം നമ്മൾ വ്യത്യസ്തമായിട്ട് കാണാൻ പാടില്ല. നാമസങ്കീർത്തനം എന്ന് പറഞ്ഞാൽ അത് ഭഗവത് കഥ, ഭഗവത് ലീല, കൃഷ്ണ കഥ, ഇത് വ്യത്യാസമായിട്ട് കാണില്ല. നമ്മളൊരു പ്രോഗ്രാം വയ്ക്കുമ്പോൾ ആദ്യം ഒരു 15 മിനിറ്റ് കീർത്തനമായിരിക്കും. സാധാരണ നമ്മളൊക്കെ എന്താ ചെയ്യുക? കീർത്തനം കഴിഞ്ഞിട്ടെത്താം, ക്ലാസിന്റെ സമയത്ത് എത്താം, അല്ലേ? ക്ലാസിന്റെ സമയത്ത് എത്താം. ആ കീർത്തനം നമ്മൾ അത്ര പ്രാധാന്യം കൊടുക്കില്ല. പക്ഷെ ഇവിടെ എന്താണ്? ഇത് നാമസങ്കീർത്തന യജ്ഞയാണ് ഈ കലിയുഗത്തില്. അത് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നില്ല. നമ്മൾ വെറും കൃഷ്ണകഥ മാത്രം കേൾക്കുന്നു. കൃഷ്ണ കീർത്തൻ കേൾക്കാൻ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഈ യുഗത്തിലെ പ്രധാനപ്പെട്ട ദൗത്യം തന്നെ, പ്രധാനപ്പെട്ട ധർമ്മം തന്നെ നാമസങ്കീർത്തനം. അത് നമ്മള് മിസ് ചെയ്യുന്നു, അതിനെ നെഗ്ലക്ട് ചെയ്യുന്നു. നമുക്ക് കഥ മാത്രം കേട്ടാൽ മതി. അത് അറ്റൻഡ് ചെയ്യണം. അപ്പൊ അത് നമുക്ക് പിന്നെയും കേൾക്കാണ്ടോ? അവരല്ല, നാമസങ്കീർത്തന യജ്ഞമാണ് ഈ കലിയുഗത്തിലെ ധർമ്മം. അപ്പൊ അത് നമ്മൾ വിട്ട് വെറും കഥ കേൾക്കാൻ പറ്റും. ചിലപ്പോൾ ചോദിക്കും, ആരാണ് കഥാകാരൻ, ആരാണ് ഈ ഭാഗവതം, ചൈതന്യ ചരിതാമൃതം, ഭഗവത്ഗീത എടുക്കുന്നത്? ആളെ നോക്കിയിട്ട് നമ്മൾ പോകും. നമുക്കിഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ പോകും. കൃഷ്ണകഥ ആര് പറഞ്ഞാലും ശരി, അതിന്ന് ഒരു വാക്ക് കിട്ടിയാൽ മതി, നമ്മളുടെ ജീവിതം മാറി മറിയും. അപ്പൊ ആര് എന്നല്ല, ഒരു ഭക്തനാണെങ്കിൽ ചിലപ്പോൾ പെർഫെക്റ്റ് ആയിരിക്കില്ല ആ ഭക്തൻ, നല്ല ഒരു വൊക്കാബുലറി ഉണ്ടായിരിക്കില്ല, വാക്ചാതുര്യങ്ങൾ ഉണ്ടായിരിക്കില്ല. പക്ഷെ എങ്കിലും കൂടിയിട്ട് ആരെ പറ്റിയാണ് പറയുന്നത്? അത് ഭഗവാന്റെ കഥയാണ്. പ്രഭുപാദ എന്താണ് പറയുന്നത്? അത് റിപ്പീറ്റ് ചെയ്യണം, നമ്മൾ കേൾക്കണം. അപ്പൊ അതിനെ നമ്മൾ അവിടെ ഒരു സെഗ്രിഗേഷൻ ചെയ്യാൻ പാടില്ല. അപ്പൊ ചൈതന്യ മഹാപ്രഭു ഇവിടെ എല്ലാ 3 ലോകത്തിലേക്കും ഡിസ്ട്രിബ്യൂട്ടിങ് ഓൾ ദി 3 വേൾഡ്സ്. എങ്ങനെ? എല്ലാവരും ഇവിടെ വന്നു ഈ നാമസങ്കീർത്തനം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, കേൾക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദേവീ ദേവതമാരും ഇവിടെ സന്നിഹിതരായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. 34
ശേഷലീലായധരേ നാമ ശ്രീകൃഷ്ണശ്ചൈതന്യ ശ്രീകൃഷ്ണ ജാനായേ സഭ വിശ്വകൈലധന്യ. ഹരേ കൃഷ്ണ. हरे कृष्णा. शेषलीलायधरे नाम श्री कृष्ण चैतन्य श्री कृष्ण जानाये सब विश्व कैलधन्य. विवर्तनम മദനി ഒരാൾ കൂടി മായിച്ചോട്ടെ, ഒരു ഡിബോട്ടി കൂടി മായിച്ചോട്ടെ മദനി. കൃഷ്ണ പ്രഭു. ശേഷലീലായാധാരേ നാമ ശ്രീകൃഷ്ണ ചൈതന്യ ശ്രീകൃഷ്ണ ജാനായേ സഭ വിശ്വ കൈലാധന്യ. ഹരേ കൃഷ്ണ. വിവർത്തനം വായിച്ചോളൂ കവിത. വായിക്കട്ടെ പ്രഭു? വായിച്ചോളൂ. ഹരേ കൃഷ്ണ. വിവർത്തനം. ശ്രീല പ്രഭുപാദ് കി ജയ്. പിൽക്കാല ലീലകളിൽ അവിടുന്ന് ശ്രീകൃഷ്ണ ചൈതന്യൻ എന്നറിയപ്പെടുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നാമ യശോമ മഹിമാനങ്ങൾ പഠിപ്പിച്ച് അവിടുന്ന് ലോകത്തെ ധന്യമാക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. Thank you, Mataji. In his later pastimes, he is known as Lord Sri Krishna Chaitanya. He blesses the whole world by teaching about the name and fame of Lord Sri Krishna. പിന്നീടുള്ള 24 വർഷത്തിന് ശേഷം സന്യാസം എടുത്ത ശേഷമുള്ള ആ ലീലകളിൽ ആരായിട്ട് അറിയപ്പെടുന്നു, എന്ത് പേരിൽ അറിയപ്പെടുന്നു? ശ്രീകൃഷ്ണ ചൈതന്യ. അങ്ങനെ ആ പേരിൽ അദ്ദേഹം എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. എന്ത്? ബൈ ടീച്ചിങ് അബൌട്ട് ദ നെയിം ആൻഡ് ഫെയിം ഓഫ് ലോർഡ് ശ്രീകൃഷ്ണൻ. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നാമത്തിനെയും ഗ്ലോറീസിനെയും പ്രശസ്തിയെയും പ്രചരിപ്പിച്ചുകൊണ്ട് പഠിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ആ ദൗത്യം ഏറ്റെടുത്തു, നാമസങ്കീർത്തനത്തിന്റെ. സോ ലോർഡ് ചൈതന്യ റിമെയിൻഡ് എ ഹൗസ് ഹോൾഡർ ഓൺലി അണ്ടിൽ ഹിസ് 24th year had passed. Then he entered the renounced order and remained manifest in this material world until his 48th year. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 24 വർഷം ആദിലീല, അതിനുശേഷമുള്ള 24 വർഷം ശേഷലീല. ആ ശേഷലീല വീണ്ടും രണ്ടായിട്ട് ഭാഗിച്ചിട്ടുണ്ട്. മധ്യലീല എന്നും അതേപോലെ എന്താണ് അന്ത്യലീല. ആ മധ്യലീല 6 വർഷം. 24 വർഷം മുതൽ 30 വർഷം വരെ മധ്യലീല. അതിനുശേഷം 18 വർഷം എന്താണ്? അത് അന്ത്യലീല. So he entered the renounced order and remained manifest in this material world until 48th year. 48 വർഷം മാത്രമേ ഈ ധരാതലത്തില് ചൈതന്യ മഹാപ്രഭു ഉണ്ടായിരുന്നു. Therefore his Seshalila, or the final portion of his activities, lasted 24 years. Some so-called Vaishnavas say that the renounced order of life was not accepted in the Vaishnava Sampradaya or disciple succession until Lord Chaitanya. അപ്പൊ ചില വൈഷ്ണവ ആചാര്യന്മാര് പറയുന്നുണ്ട്, വൈഷ്ണവ സമ്പ്രദായത്തില് ചൈതന്യ മഹാപ്രഭു വരെ സന്യാസ ഓർഡർ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അത് ശരിയല്ല എന്നാണ് പ്രഭുപാദരുടെ അഭിപ്രായം. ഇവിടെ എന്തുകൊണ്ട് ശരിയല്ല? ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു അല്ലെ ചൈതന്യ. പിന്നെ എന്താണ് അവരുടെ കാരണം എന്ന് പറയാൻ? അങ്ങനെ ആയിരുന്നെങ്കിൽ ചൈതന്യ മഹാപ്രഭു എന്തുകൊണ്ടാണ് കേശവ ഭാരതിയിൽ നിന്ന് സന്യാസം സ്വീകരിച്ചത്? ആരാണ് കേശവ ഭാരതി? കേശവ ഭാരതി മായാവാദി സന്യാസിയായിരുന്നു. വൈഷ്ണവ സന്യാസിമാർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് കേശവ ഭാരതിയിൽ നിന്ന് സന്യാസം? ആ ഒരു ലോജിക് ആയിരിക്കണം അവരത് പറയാൻ കാരണം. പക്ഷെ അത് തെറ്റാണെന്ന് ഇവിടെ പ്രഭുപാദ പറയുന്നുണ്ട്. Okay, this is not a very intelligent proposition. Sri Chaitanya Mahaprabhu took the sannyasa order from Sripada Keshav Bharati, who belonged to the Shankara sect, which approves of only 10 names for sannyasis. അപ്പോൾ 10 വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന സന്യാസി വര്യന്മാരുണ്ടായിരുന്നു. ഓക്കെ, ഇതൊക്കെ ടൈറ്റിലാണ് ശങ്കരാചാര്യരുടെ ആ സമയത്ത് ആ ഒരു ഗ്രൂപ്പില്. Long before the advent of Sri Shankaracharya, however, the sannyasa order existed in the Vaishnava line of Vishnu Swami. പ്രഭാതർ തെളിവ് പറയാണ്, ശ്രീ ശങ്കരാചാര്യൻ വരുന്നതിന്റെ എത്രയോ കാലം മുമ്പേ വിഷ്ണു സ്വാമിയുടെ ആ സമ്പ്രദായത്തിലെ സന്യാസി വര്യമുണ്ടായിരുന്നു. എത്രയോ കാലം മുമ്പേ. അപ്പോൾ വൈഷ്ണവ ട്രഡീഷണൽ സന്യാസി വര്യന്മാരെ ഇല്ല എന്ന് പറയുന്നത് തെറ്റാണെന്നാണ് പറയുന്നത്. ആരാണ് വിഷ്ണു സ്വാമി? ഏത് സമ്പ്രദായത്തിൽ വരുന്നു?
ഏത് വൈഷ്ണവ സമ്പ്രദായത്തില്? കുമാര സമ്പ്രദായം. അല്ല, അല്ല. ഇനി രണ്ടെണ്ണേ ബാക്കിയുള്ളൂ. ശ്രീ സമ്പ്രദായം അല്ല, ശ്രീ സമ്പ്രദായം മധ്വാചാര്യ. ബ്രഹ്മസമ്പ്രദായം. രുദ്ര സമ്പ്രദായം. യെസ്, രുദ്ര സമ്പ്രദായം. ഓക്കെ. അപ്പൊ വിഷ്ണുസ്വാമി സമ്പ്രദായത്തില് ശ്രീപാദ് ആദി ശങ്കരാചാര്യന്റെ എത്രയോ കാലം മുമ്പേ സന്യാസി ഉണ്ടായിരുന്നു എന്ന് പ്രഭുപാദോട് പറയുന്നുണ്ട്. സോ ഇൻ ദ വിഷ്ണുസ്വാമി വൈഷ്ണവ സമ്പ്രദായ there are 10 different kinds of sannyasa names and 108 different names for sannyasis who accept the Tridanda, the triple staff of sannyasi. അവരെല്ലാം ത്രിദണ്ഡിക സന്യാസിമാരാണ്. വൈഷ്ണവ സമ്പ്രദായത്തിലുള്ളവരും എന്താണ്? ത്രിദണ്ഡി സമ്പ്രദായം. പിന്നെ മായാവാദ സമ്പ്രദായം, ശങ്കരാചാര്യ സമ്പ്രദായത്തിലുള്ളവരെ ഏകദണ്ഡി. എന്താണ് വ്യത്യാസം രണ്ടും തമ്മിലുള്ള? ത്രിദണ്ഡിയും ഏകദണ്ഡിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ത്രിദണ്ഡി എന്ന് പറഞ്ഞാൽ മനസ്സ്, മറ്റേത് അങ്ങനെയല്ല. മറ്റേത് ഏകദണ്ഡി പറഞ്ഞാൽ ഞാനും നിങ്ങളും എല്ലാവരും നാരായണൻ, വൺ. ഓക്കെ, മോണിസം. മറ്റേത് നമ്മൾ ഭഗവാന്റെ സേവകന്മാരാണ്, ഭഗവാനാണ് നമ്മളുടെ മാസ്റ്റർ. നമ്മൾ ഇൻഡിവിജ്വൽസോടാണ്, ഭഗവാൻ പരമാത്മാവാണ്, ഭഗവാനാണ്. അപ്പോൾ നമ്മൾ സേവകന്മാരാണ്. അപ്പൊ നമ്മൾ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും ആ ഭഗവാനെ സേവിക്കുക. അതാണ് ഇത്. മറ്റേത് ഏകദണ്ഡി പറഞ്ഞാൽ എല്ലാവരും നാരായണനാണ്. ആ റിയലൈസേഷൻ വന്നു കഴിഞ്ഞാൽ ഞാനും നാരായണനും ഒന്നാവുന്നു. അതുകൊണ്ടാണ് മായാവത സന്യാസികളെ പരസ്പരം സംബോധന ചെയ്യുന്നത് നാരായണ നാരായണ, ഓം നമോ നാരായണ, നാരായണ, യു ആർ നാരായണ, ഐ എം നാരായണ, എവരിബഡി ഈസ് നാരായണ. അപ്പൊ ഇതാണ്. അപ്പൊ വൈഷ്ണവ സന്യാസിമാരുടെ സ്റ്റാഫ് അല്ലെങ്കിൽ ത്രിദണ്ഡി ഒന്നും കൂടി പറയൂ. ത്രിദണ്ഡി പറഞ്ഞ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും നമ്മൾ ഭഗവാനെ സേവിക്കുക. അതാണ് അതിൻ്റെത്. മൂന്ന് ഇതുണ്ടായിരിക്കും. അത് കൂട്ടിക്കെട്ടും. അവരുടെ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ അവരുടെ ദണ്ഡ 3 വടികളായിരിക്കും. അതിനെ കൂട്ടിക്കെട്ടാണ്. അപ്പൊ നമ്മളെ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും ഭഗവാനെ സേവിക്കുക എന്നുള്ള ഒരു സിംബോളിക് റിപ്രസെന്റേഷൻ. ക്ലിയർ? ശരീരം അല്ലെ, മനസ്സ്, വാക്ക്, ശരീരം അല്ലെ? Okay, so in the Vishnu Swami Vaishnava Sampradaya, there are 10 different kinds of sannyasa names and 108 different names of sannyasis who accept the Tridanda, the triple staff of sannyasa. This is approved by the Vedic rules. Therefore, Vaishnava sannyasa was existent even before the appearance of Shankaracharya, although those who know nothing about Vaishnava sannyasa unnecessarily declare that there is no sannyasa in the Vaishnava Sampradaya. ഇതെല്ലാം ഒരു ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന ആൾക്കാരാണ്. ഓക്കെ, അത് വാസ്തവമല്ല എന്ന് ശ്രീല പ്രഭുപാദ് നമ്മളെ മനസ്സിലാക്കി തരാണ്. During the time of Lord Chaitanya, the influence of Shankaracharya in society was very strong. ഇനി എന്തുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു മായാവാദി സന്യാസിയിൽ നിന്ന് സന്യാസം സ്വീകരിച്ചത് എന്നാണ് ഇവിടെ പറയാൻ പോകുന്നത്. ചൈതന്യ മഹാപ്രഭുവിന്റെ സമയത്ത് ഏത് സന്യാസ സെക്റ്റായിരുന്നു ഏറ്റവും പ്രിവലന്റ് ആയിരുന്ന, ഏറ്റവും ഫേമസ് ആയിരുന്ന? ശങ്കരാചാര്യരുടെ ആ ഒരു സന്യാസ ഓർഡർ ആയിരുന്നു ഏറ്റവും പ്രബലമായിട്ടുള്ള അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. The influence of Shankaracharya in society was very strong. People thought that one could accept sannyasa only in the disciplined succession of Shankaracharya. അപ്പൊ എല്ലാവരും ഒരു പൊതുവായിട്ടുള്ള വിചാരം എന്താണ്? ശങ്കരാചാര്യരുടെ ആ സന്യാസ മാർഗമാണ് ശരിക്കുള്ളത്, മറ്റൊന്നും ശരിയല്ല. കൂടുതൽ ശങ്കരാചാര്യന്മാരുടെ ആ ഒരു സമ്പ്രദായമായിരുന്നു അന്ന് പ്രിവലന്റ് ആയിരുന്നത്. അപ്പൊ അതായിരുന്നു ഒരു റീസൺ. Lord Chaitanya could have performed his missionary activities as a householder, but he found householder life an obstruction to his mission. ചൈതന്യ മഹാപ്രഭുവിന് ഒരു ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് വേണമെങ്കിൽ തൻ്റെ ഈ മിഷൻ നാമസങ്കീർത്തന യജ്ഞം പ്രചരിപ്പിക്കാമായിരുന്നു. പക്ഷേ അന്നത്തെ കാലത്തെ ആൾക്കാരെ, ഗൃഹസ്ഥാശ്രമത്തിലുള്ള ആൾക്കാരെ അത്ര മാനിക്കില്ല. സന്യാസി വരികയാണാകുമ്പോൾ, സന്യാസം എടുക്കുമ്പോൾ എല്ലാവരും മാനിക്കും. അപ്പോൾ സൊസൈറ്റിയിൽ ഒരു അക്സെപ്റ്റൻസ്, സ്വീകാര്യത കിട്ടാൻ വേണ്ടിയിട്ട് ചൈതന്യ മഹാപ്രഭു എല്ലാവരും അവർ ആദരവ്, ഇല്ലെങ്കിൽ എന്ത് പറ്റും? ചൈതന്യ മഹാപ്രഭുവിന് ആദരവ് വേണമെന്ന് വിചാരിച്ചിട്ടല്ല. ചൈതന്യ മഹാപ്രഭു സ്വയം ഭഗവാനാണ്. ആദരിച്ചാലും ആദ്യത്തിന് ഒരു പ്രശ്നമില്ല. പക്ഷേ അത് ചെയ്തിട്ടില്ലെങ്കിൽ
ഒരു ഗുരുവിന്റെ അപരാധം അവർക്ക് കിട്ടും. സമൂഹത്തിലെ ആൾക്കാരെ ഒരു സന്യാസി വര്യനെ അല്ലെങ്കിൽ ഒരു സാധുവിനെ അവർ മാനിച്ചിട്ടില്ലെങ്കിൽ ഗുരു അപരാധം അവർക്ക് കിട്ടും. അത് കിട്ടാൻ പാടില്ല. ഗുരു അപരാധം കിട്ടാൻ പാടില്ല. പിന്നെ സൊസൈറ്റിയിലെ അക്സെപ്റ്റൻസ് മായാവത സന്യാസിമാരാണ്. അപ്പൊ അവരുടെ സന്യാസ ആശ്രമം എടുത്തിട്ട് അവരുടെ ഉള്ളിൽ കയറിയിട്ട് അവരെ മനസ്സിലാക്കി കൊടുക്കാൻ ഈസി ആക്സസ് എന്നാണ് അവരുടെ സന്യാസാശ്രമം സ്വീകരിക്കുക, അതായത് മായാവത സന്യാസി. അപ്പൊ അവരെല്ലാവരും എന്തായി, പൊതുവെ സമൂഹങ്ങളും സന്യാസിമാരും മായാവതി സന്യാസിമാരും ഇവരെ ഒരാളായിട്ട് കാണും, തന്നിൽ ഒരാളായിട്ട് കാണും, വ്യത്യസ്തമായിട്ട് കാണില്ല. അപ്പൊ ഈസിയാണ് അവരുടെ വീട്ടിൽ കയറിക്കൊണ്ടിട്ട് അവരുടെ ഭാഷയിൽ തന്നെ അവരെ പറഞ്ഞ് നാമസങ്കീർത്തനത്തിന്റെയും ഈ വൈഷ്ണവ സമ്പ്രദായത്തിനെ പറ്റിയും പറഞ്ഞ് അവരെ കൺവേർട്ട് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. അല്ലെ, അതാണ് ചൈതന്യ മഹാപ്രഭു ഇവിടെ സന്യാസം എടുക്കാൻ കാരണം. ആ സന്യാസം എടുത്തതും ആദിശങ്കരാചാര്യരുടെ മായാവത സന്യാസ ആ ലൈനിലായിരുന്നു. Therefore, he decided to accept the renounced order sannyasa, since his acceptance of sannyasa was also designed to attract public attention. Lord Chaitanya, not wishing to disturb the social convention, took the renounced order of life from a sannyasi in the disciple succession of Shankaracharya. Although sannyasa was also sanctioned in the Vaishnava Sampradaya. Vaishnava സമ്പ്രദായത്തിലുള്ള സന്യാസം അന്ന് ഉണ്ടായിരുന്നു. എന്നിട്ടും മായാവത സന്യാസം എടുക്കാൻ പറഞ്ഞാൽ ഒരു അക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കൃഷ്ണ ബലറാം ടെമ്പിൾ, ഓക്കെ, 1972-73 അതിൻ്റെ ഇനോഗ്രേഷൻ. സാധാരണ പ്രഭുപാദ ഈ എലോബറേറ്റ് യജ്ഞങ്ങളും ചെയ്യില്ല ടെമ്പിൾ വർഷിപ്പ്, ടെമ്പിൾ ഇനോഗ്രേഷൻ, ഡേറ്റ് ഇൻസ്റ്റാളേഷൻ സമയത്ത്. കൂടുതൽ നാമയജ്ഞം, നാമസങ്കീർത്തന യജ്ഞം ചെയ്തിട്ടാണ് അവിടെ ചെറിയൊരു പേരിന് മാത്രം ചെറിയ യജ്ഞം ചെയ്യും. പക്ഷെ വൃന്ദാവനില് പ്രഭുപാദ അവിടുത്തെ ബ്രാഹ്മണന്മാരെ വിളിച്ചിട്ട് എലാബറേറ്റ് യജ്ഞം സംഘടിപ്പിച്ചു. അപ്പൊ ചോദിച്ചു ശിഷ്യന്മാരെ, എന്തിനാണ് പ്രഭുപാദ, എന്തിനാണ് ആവശ്യം? നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നാമസങ്കീർത്തനമാണല്ലോ ഈ കലിയുഗത്തിലെ യജ്ഞം, എന്തിനാണ് എലോബറേറ്റ് ആയിട്ടുള്ള ഈ ഹോമയജ്ഞാദികൾ ചെയ്യുന്നത്? അതും പുറമെയുള്ള അവിടുത്തെ വൃന്ദാവനത്തിലെ ബ്രാഹ്മണന്മാരെ, കാരണം വൃന്ദാവനത്തിൽ അന്ന് ഇസ്കോൺ ടെമ്പിളിൽ അറിഞ്ഞത് അംഗ്രേസി മന്ദിർ എന്നാണ്. അപ്പൊ ഒറ്റപ്പെട്ടു പോവും. അപ്പൊ സൊസൈറ്റിയിലെ ഒരു അക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരെ കൊടുന്ന് യജ്ഞം ചെയ്തത്. അതിനുശേഷം നാമസങ്കീർത്തനം ചെയ്തു. അപ്പൊ നമ്മള് പറയുന്നില്ലേ, വെൻ യു ആർ ഇൻ റോം യു ബി റോമൻ, അല്ലേ? നാടോടുമ്പോ നടുവേ ഓടണം. അതേപോലെ തന്നെ അപ്പൊ ഒരു അക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായിരുന്നു അതിൻ്റെത്. അപ്പൊ ഇവിടെ ചൈതന്യ മഹാപ്രഭുവും അതന്നെ ചെയ്തത്. So in the Shankara Sampradaya, there are 10 different names awarded to sannyasis. അപ്പൊ 10 വ്യത്യസ്തമായിട്ടുള്ള സന്യാസി ടൈറ്റിൽസ് ഉണ്ട്. അതാണ് ഇവിടെ പ്രഭുപാദ കൊടുക്കുന്നത്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒരു പുസ്തകത്തിന്, ഒരു ഗ്രന്ഥത്തിന് കിട്ടില്ല. അത് ഈവൺ എന്താണ് ഈ മായാവാദ ഫിലോസഫി, ഇതിൻ്റെ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ചൈതന്യ ചരിതാമൃത വായിച്ച. അപ്പോ എന്താണ് 10 തീർത്ഥ, ആശ്രമ, വന, ആരണ്യ, ഗിരി, പർവ്വത, സാഗര, സരസ്വതി, ഭാരതി ആൻഡ് പുരി. ഇതാണ് 10 വ്യത്യസ്തമായിട്ടുള്ള സ്ഥാനങ്ങള് ഈ സന്യാസിലെ, മായാവത സന്യാസില്. ബിഫോർ വൺ enters സന്യാസ, he has one of the various names for a brahmachari, the assistant to a sannyasi. Brahmachari assistant ആണ്, സന്യാസിമാർക്കുള്ള അസിസ്റ്റന്റ്. സന്യാസീസ് വിത്ത് ദ ടൈറ്റിൽസ് തീർത്ഥ ആൻഡ് ആശ്രമ ജനറലി സ്റ്റേ അറ്റ് ദ്വാരക. ഇവരെവിടെയൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഈ സന്യാസി ടൈറ്റിലുള്ള ആൾക്കാർ എവിടെ അവര് റിസൈഡ് ചെയ്യും എന്നാണ് പറയുന്നത്. തീർത്ഥ ആൻഡ് ആശ്രമ ദ്വാരകയിലെ, ആൻഡ് ദയർ ബ്രഹ്മചാരി നെയിം ഈസ് സ്വരൂപ. അപ്പൊ ഇവരുടെ അതിന്റെ മുമ്പിലത്തെ പൂർവാശ്രമ ബ്രഹ്മചാരി ആശ്രമത്തിലുള്ള പേര് സ്വരൂപ എന്നായിരിക്കും. Those known by the names Vana and Aranya stay at Purushottama Jagannath Puri, and their brahmachari name is Prakasha. Those with the names Giri, Parvata and Sagara generally stay at Badrikashrama, and their brahmachari name is Ananda. Those with the titles Saraswati, Bharati and Puri usually live at the Sringeri in South India, and their brahmachari name is Chaitanya. Srivas Shankaracharya established 4 monasteries in India in the 4 directions, north, south, east and west. ഏതൊക്കെയാണ്?
ഈ ആദിശങ്കരാചാര്യൻ സ്ഥാപിച്ചിട്ടുള്ള 4 പ്രധാനപ്പെട്ട മഠങ്ങൾ ഇന്ത്യയിൽ ആദ്യം. ഓക്കെ, അങ്ങനെയാണ് ഇന്ത്യ ഒട്ടുക്കെ അങ്ങനെ ഈ ആദിശങ്കരാചാര്യരുടെ ഫിലോസഫി ഫ്ലറിഷ് ചെയ്തത്. ഏതൊക്കെയാണ് 4 മഠങ്ങള്, 4 മോണിസ്ട്രീസ് എവിടേക്കാണ്? പുരി, ശരി. ദ്വാരക, ഹരിദ്വാർ, ബദ്രിനാഥ്. യെസ്, അങ്ങനെ 4 സ്ഥലമാണ്. അപ്പോൾ നോർത്ത്, സൗത്ത്, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് 4 സ്ഥലത്തും അദ്ദേഹത്തിന്റെ ഈ 4 പ്രധാനപ്പെട്ട മോണസ്ട്രി സ്ഥാപിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് അദ്ദേഹത്തിന് ഈ ഫിലോസഫി പ്രചരിപ്പിക്കാൻ സാധിച്ചു. ആൻഡ് ഹി എൻട്രസ്റ്റഡ് ദം ടു 4 സന്യാസീസ് ഹു ആർ ഹിസ് ഡിസൈപ്പിൾസ്. അങ്ങനെ തന്റെ പ്രധാനപ്പെട്ട 4 സന്യാസിവര്യന്മാർക്ക് ഇത് പ്രചരിപ്പിക്കാനുള്ള ഒരു അതോറിറ്റിയും കൊടുത്തു. Now there are hundreds of branch monasteries under these 4 principal monasteries. And although there is an official symmetry among them, there are many differences in their dealings. പ്രഭുപാദയ്ക്ക് അറിയാം, അന്ന് പ്രഭുപാദുള്ള സമയത്തും ഒരുപാട് ഒരുമയുണ്ടെങ്കിലും പക്ഷെ ഒരുപാട് ഡിഫറൻസസും ഈ മോണസ്ട്രീസിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ 4 മഠങ്ങളിലെ മോണസ്ട്രിയിലത്തെ ശങ്കരാചാര്യന്മാർ തമ്മിലുള്ള വ്യത്യാസങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും. The 4 different sects of these monasteries are known as Anandavara, Bhogavara, Kitavara and Bhumivara. And in course of time they have developed different ideas and different slogans. ഇവരെല്ലാം ഈ കാലത്തിന്റെ പ്രോഗ്രസ് അനുസരിച്ചിട്ട് എന്താണ് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും ഐഡിയോളജീസും ഇതൊക്കെ ഡെവലപ്പ് ചെയ്തു എന്ന് പറയുന്നു. According to the regulation of the disciplic succession, one who wishes to enter the renounced order in Shankara's sect must first be trained as a brahmachari under a bona fide sannyasi. അപ്പോൾ അവരുടെ ആചാരപ്രകാരം ഒരു സന്യാസി വര്യനാവണമെന്നുണ്ടെങ്കിൽ ഒരു ബ്രഹ്മചാരിക്ക് സന്യാസി ആവണമെന്നെങ്കിൽ ഒരു സന്യാസിയുടെ കീഴിൽ ട്രെയിനിങ് എടുക്കണം. The brahmachari's name is ascertained according to the group to which the sannyasi belongs. Lord Chaitanya accepted sannyasa from Keshav Bharati. When he first approached Keshav Bharati, he was accepted as a brahmachari with the name Sri Krishna Chaitanya Brahmachari. After he took sannyasa, he preferred to keep the name Krishna Chaitanya. അപ്പോൾ ചൈതന്യ മഹാപ്രഭു ബ്രഹ്മചാരി ആശ്രമം ആദ്യം അക്സെപ്റ്റ് ചെയ്തു, അതിനുശേഷം സന്യാസം എടുത്തു. ആ ബ്രഹ്മചാരി ആശ്രമത്തിലുള്ള പേരാണ് ശ്രീകൃഷ്ണ ചൈതന്യ ബ്രഹ്മചാരി. സന്യാസം എടുത്തപ്പോൾ ആ പേര് മാറ്റിയില്ല. ആഫ്റ്റർ ഹി ടുക്ക് സന്യാസ ഹി പ്രിഫേർഡ് ടു കീപ് ദ നെയിം കൃഷ്ണ ചൈതന്യ. ഹി ഡിഡ്ന്റ് ചേഞ്ച് ഇറ്റ്. അല്ലേ, നമ്മളുടെ ഇപ്പോഴത്തെ ഇതനുസരിച്ചിട്ട് നമ്മൾ സന്യാസം എടുക്കുന്ന സമയത്ത് ഈവൻ ഇസ്കോണിലും പേര് മാറ്റും. പക്ഷേ ചൈതന്യ മഹാപ്രഭു ആ പേര് മാറ്റിയില്ല, കാരണം അദ്ദേഹം ശ്രീകൃഷ്ണ ഭഗവാൻ സ്വയമായിരുന്നു. സോ ഹി വാണ്ടഡ് ടു കീപ് ദാറ്റ് നെയിം, റിട്ടൈൻ ദാറ്റ് നെയിം, ശ്രീകൃഷ്ണ ചൈതന്യ. The great authorities in the disciplic succession had not offered to explain why Lord Chaitanya refused to take the name Bharati after he took sannyasa from a Bharati, until Srila Bhaktisiddhanta Saraswati Goswami Maharaj volunteered to the explanation that because a sannyasi in the Shankara Sampradaya thinks that he has become the supreme, Lord Chaitanya, wanting to avoid such a misconception, kept the name Sri Krishna Chaitanya, placing himself as an eternal servitor. എന്തുകൊണ്ടാണ് ഭാരതി എന്നുള്ള ടൈറ്റിൽ, അതായത് സന്യാസം സ്വീകരിക്കുമ്പോൾ അവരുടെ 10 ടൈറ്റിലുണ്ട്. അതിലെ ഏത് ഗ്രൂപ്പിൽ നിന്നാണ് കൊടുക്കുന്ന ആ സന്യാസി വര്യന്റെ ടൈറ്റിലാണ് സാധാരണ ആ സന്യാസിക്ക് കൊടുക്കുക. ഇവിടെ ചൈതന്യ മഹാപ്രഭുവിനും കൊടുക്കേണ്ടത് ഭാരതി എന്നുള്ള ടൈറ്റിലായിരുന്നു. പക്ഷേ ചൈതന്യ മഹാപ്രഭു അത് സ്വീകരിച്ചില്ല. ചൈതന്യ മഹാപ്രഭു സ്വന്തം പേര് ശ്രീകൃഷ്ണ ചൈതന്യ എന്നുമായിട്ടുള്ള പേര് മാത്രം വെച്ചു. എന്തുകൊണ്ട് അത് സ്വീകരിച്ചില്ല, ഭാരതി എന്നുള്ള ടൈറ്റിൽ സ്വീകരിച്ചില്ല? അത് ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജാണ് നമുക്ക് ക്ലാരിറ്റി തന്നത്. എന്നാണ് പറയുന്നത്, അതായത് ഭാരതി സമ്പ്രദായത്തിൽ അല്ലെങ്കിൽ മായാവത സമ്പ്രദായത്തില് സന്യാസം എടുത്ത ശേഷം അവരെന്തായി, അവരെ ഭഗവാനായിട്ട് ഒന്നാകുന്നു. ദർ ഇസ് നോ ഡിസ്റ്റിങ്ഷൻ, വ്യത്യാസമില്ല. അപ്പൊ ആ ഒരു മിസ്കൺസെപ്ഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
അദ്ദേഹം ശ്രീകൃഷ്ണ ചൈതന്യ എന്നുള്ള പേര് റിട്ടേൺ ചെയ്ത് ഭാരതി എന്നുള്ള പേര് സ്വീകരിച്ചില്ല. വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ബിക്കോസ് എ സന്യാസി ഇൻ ദ ശങ്കര സമ്പ്രദായ തിങ്സ് ദാറ്റ് ഹി ഹസ് ബിക്കം സുപ്രീം. സന്യാസി എന്നാണ് വിചാരിക്കുന്നത്, ഞാൻ ഭഗവാനായി, എനിക്ക് യാതൊരു ബന്ധവുമില്ല ഈ ഭൗതിക ലോകമായിട്ട്, ഞാൻ ഭഗവാനായി. അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണ, മിസ്കൺസെപ്ഷനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ചൈതന്യ മഹാപ്രഭു ഭാരതി എന്നുള്ള ടൈറ്റിൽ സ്വീകരിക്കാതിരുന്നത്. ഞാൻ ഭഗവാന്റെ എറ്റേണൽ സർവീറ്റിലാണ്, ജീവേര സ്വരൂപോഹേ കൃഷ്ണേര നിത്യദാസ് എന്നാണ് പറയുന്നത് അല്ലേ. ജീവേര സ്വരൂപോഹേ കൃഷ്ണേര നിത്യദാസ്, അതാണ് നമ്മളുടെ എല്ലാവരുടെയും ഐഡന്റിറ്റി. ആ ഐഡന്റിറ്റി ചൈതന്യ മഹാപ്രഭു റിട്ടേൺ ചെയ്തു. എ ബ്രഹ്മചാരി ഈസ് സപ്പോസ് ടു സെർവ് ദ സ്പിരിച്വൽ മാസ്റ്റർ, therefore he did not negate the relationship of servitude to his spiritual master. Accepting such a position is favorable for the relationship between the disciple and the spiritual master. The authentic biographies also mention that Lord Chaitanya accepted the danda, rod and begging pot, symbolic of the sannyasa order, at the time he took sannyasa. അപ്പോൾ ബയോഗ്രാഫീസ്, ഓതന്റിക് ബയോഗ്രാഫീസും പറയുന്നു ചൈതന്യ മഹാപ്രഭു ഡണ്ട ആൻഡ് ബെഗിങ് പോട്ട്, കമണ്ട്ലു, ഇതൊക്കെ സന്യാസ ആശ്രമത്തിലുള്ള സിംബോളിക് റെപ്രസെൻറ്റേഷൻ. സന്യാസം എടുത്തുന്ന സമയം ഇത് ചൈതന്യ മഹാപ്രഭു അക്സെപ്റ്റ് ചെയ്തായിരുന്നു. നമുക്കറിയാം ഈ ദണ്ഡ നിത്യാനന്ദപ്രഭു 3 കഷ്ണമായിട്ട് മുറിച്ച് അവിടെ നദിയിലൊഴുക്കി അല്ലേ, ആ കഥ നമുക്കറിയാം. So text 35. Tandra Yugavatara Jani Garga Mahashaya Krishnera Namakarane Kariyache Nirnaya. Hare Krishna. Tanjayugavadara Jani Garga Mahashaya Krishnera Namakarane Kariyache Nirnaya. കൃഷ്ണ ചന്ദ്രയുഗാവതാര ജനി ഗർഗ മഹാശയ കൃഷ്ണര നാമകരണേ കരിയച്ഛേ നിർണയം. അവിടുന്ന് ശ്രീ ചൈതന്യൻ കലിയുഗത്തിന്റെ ആണെന്നറിഞ്ഞ ഗർഗമുനി കൃഷ്ണന്റെ നാമകരണവേളയിൽ അവിടുത്തെ ആവിർഭാവം പ്രവചിച്ചിരുന്നു. ഹരേ കൃഷ്ണ. അവിടെ കവിരാജ് ഗോസ്വാമി ആരാണ് ചൈതന്യ മഹാപ്രഭു എന്ന് ഇവിടെ നമുക്ക് പറഞ്ഞു തരാണ്. നോയിങ് ഹിം ലോർഡ് ചൈതന്യ ടു ബി ദ ഇൻകാർണേഷൻ ഓഫ് കലിയുഗ, ഗർഗമുനി ഡ്യൂരിങ് ദ നെയിമിംഗ് സെറമണി ഓഫ് കൃഷ്ണ പ്രഡിക്റ്റഡ് ഹിസ് അപ്പിയറൻസ്. ഗർഗമുനിയാണ് അവിടുത്തെ പ്രീസ്റ്റ്. അപ്പോൾ അദ്ദേഹമാണ് ആസ്ട്രോളജറും, അദ്ദേഹമാണ് ജാതകം എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വസുദേവരാണ് ഗർഗമുനിയെ അയച്ചിരിക്കുന്നത് നന്ദ മഹാരാജൻ്റെ അവിടെ. അപ്പോൾ അവിടെ ഈ സെറമണി നടത്താൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ നന്ദ മഹാരാജ് പറഞ്ഞു, ഇല്ല, ഇത് കംസൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സംശയം തോന്നും, ഈ കുട്ടി ചിലപ്പോൾ വസുദേവരുടെയും ദേവരുടെയും 8ാമത്തെ പുത്രനാണെന്ന് അവർക്ക് സംശയം തോന്നും, അതുകൊണ്ട് എലാബറേറ്റ് ആയിട്ടുള്ള ഒരു ആഘോഷം വേണ്ട. അതുകൊണ്ട് എവിടെ പോയിട്ടാണ്? ഗോശാലയിൽ പോയിട്ടാണ് ഈ സെറമണി നടത്തിയത്. ആരും അറിയാണ്ട്, വളരെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമായിട്ട്, വിപുലമായിട്ടുള്ള തോതിൽ ചെയ്തില്ല. അപ്പോൾ ഗർഗമുനി പറയുന്നുണ്ട്, ഈ കുട്ടി ഇതിനു മുമ്പേ 3 നിറങ്ങളിൽ 3 കളറിൽ അപ്പിയർ ചെയ്തിട്ടുണ്ട് അല്ലേ. ചിലപ്പോൾ ഇതിൻ്റെ അടുത്തതിലുണ്ടായിരിക്കും, വായിച്ചു നോക്കാം, അത് എന്താണെന്ന് നോക്കാം. ഇവിടെ അതിൽ വരുന്നുണ്ട്. ആസൻ വർണ്ണാശ്രയോ ഹിസ്യ ഗൃണത്തോ നോ യുഗം തനൂം ശുക്ലോ രക്തസ്ഥതാ പീതാം ഇദാനിം കൃഷ്ണതാം ഗതാം. ആസാൻ വർണ്ണസ്ത്രയോ ഹ്യസ്യ ഗൃണത്തോ നോ യുഗം തനൂം ശുക്ലോ രക്തസ്ഥതാ പീതാം ഇദാനിം കൃഷ്ണതാം ഗതാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആസൻ വർണ്ണാസ്ത്രയോ ഹിസ്യ ഗൃഹ്ണാതോ യുഗം തനു ശുക്ലോ രക്തസ്തദാ പീതാ ഇദാനീം കൃഷ്ണതാം ഗതാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു.
ആസൻ വർണ്ണാസ്ത്രയോ ഹ്യസ്യ ഗ്രഹണാദോനു യുഗം തനു ശുക്ലോ രക്തസ്തദാ പീത ഇദാനീം കൃഷ്ണദാം ഗദാം. വിവർത്തനം ശ്രീ എസ് ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭുപാദ് കി ജയ്. ഈ ബാലകന് കൃഷ്ണൻ മറ്റു യുഗങ്ങളിൽ വേറെയും 3 വർണ്ണങ്ങളുണ്ട്, വെളുപ്പ്, ചുവപ്പ്, മഞ്ഞ. ഇപ്പോൾ അവിടുന്ന് അതീന്ദ്രിയമായ ശ്യാമവർണ്ണത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. Very good. Thank you, Vandani. This boy, Krishna, has 3 other colors. അപ്പോൾ ഗർഗമണി എന്താ പറയുന്നത്? ഈ കുട്ടിക്ക് 3 വ്യത്യസ്തമായിട്ടുള്ള നിറങ്ങളിലും ഇവിടെ അപ്പിയർ ചെയ്തിട്ടുണ്ട്, അവതരിച്ചിട്ടുണ്ട്. വൈറ്റ്, റെഡ് ആൻഡ് യെല്ലോ. ഓക്കെ, ഏതാണ് വൈറ്റ്? ആരാണ് വൈറ്റ്? ശ്രീരാമചന്ദ്ര ഭഗവാനാണോ? അല്ല അല്ല അല്ല. അവതാരം ആര്? നരസിംഹം. ഹംസാവതാരം. ഹൻസാവതാരം. യെസ്, ഹൻസ്. റെഡ് ആരാണ്? യജ്ഞ. യെസ്, വെരി ഗുഡ്. ആൻഡ് യെല്ലോ? ചൈതന്യ മഹാപ്രഭു. ഓക്കെ, വൈറ്റ്, റെഡ് ആൻഡ് യെല്ലോയില് അവതരിച്ചിട്ടുണ്ട്. ആസ് ഹി അപ്പിയേഴ്സ് ഇൻ ഡിഫറെന്റ് ഏജസ്, വ്യത്യസ്തമായിട്ടുള്ള ഏജസില് ഇങ്ങനെ 3 കളറില് അപ്പിയർ ചെയ്തിട്ടുണ്ട്. നൗ ഇപ്പോ ശ്യാമവർണ്ണത്തില് ഹി ഹാസ് അപ്പിയർഡ് ഇൻ എ ട്രാൻസെൻഡന്റൽ ബ്ലാക്കിഷ് കളർ. ദിസ് ഈസ് എ വേഴ്സ് ഫ്രം ശ്രീമദ് ഭാഗവതം. ഇത് അരിപോൾ മാതാജി കേട്ടില്ല, അതൊന്നും കൂടെ പറയോ പ്രഭു? വെളുപ്പാരാണ്? വെളുപ്പ് ഹംസ. ഹംസ 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 ഹംസ. പിന്നെ യജ്ഞ. യെല്ലോ റെഡ് ആരായിട്ടാ പുറത്ത് വന്നെ? റെഡ് യജ്ഞ. യജ്ഞാവതാരം. അപ്പൊ ഇത് ശ്രീമദ് ഭാഗവത്തിലെ 10.8.13 എന്ന ശ്ലോകത്തിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. ഓക്കെ, ഗർഗമുനിയുടെ ഇതാണിത്. പിന്നെ നെക്സ്റ്റ് ശ്ലോക 37. ശുക്ലരക്ത പീതവർണ യേ തീന ദ്യുതി സത്യത്രേത കാലി കാലേ ധരേണ ശ്രീപതി. ശുക്ലരക്ത പീതവർണ യേ തീന ദ്യുതി സത്യത്രേത കാലി കാലേ ധരേണ ശ്രീപതി. ഹരി ബോൾ. ഹരേ കൃഷ്ണ. ശുക്ലവർണ ഏയി തീനാദ്യുതി സത്യത്രേത കാലി കാലേ ധരേണ ശ്രീപതി. ഹരേ കൃഷ്ണ. വിവർത്തന പ്രഭുപാദ് കി ജയ്. വെളുപ്പ്, ചുവപ്പ്, മഞ്ഞ ഈ 3 ശാരീരിക വർണ്ണങ്ങളാണ് ലക്ഷ്മിപതിയായ ഭഗവാൻ സത്യ, ത്രേത, കലിയുഗങ്ങളിൽ യഥാക്രമം കൈക്കൊള്ളുന്നത്. ഹരേ കൃഷ്ണ പ്രഭു. White, red and yellow. These are the 3 bodily lustures that the Lord, the husband of the goddess of fortune, assumed in the ages of Satya, Treda and Kali. അപ്പോൾ വൈറ്റ്, വെളുപ്പ്, ചുവപ്പ്, മഞ്ഞ ഈ നിറങ്ങളിലാണ് ഭഗവാൻ സത്യ, ത്രേത, കലിയില് അവതരിക്കുന്നത്. അതേ ഭഗവാൻ തന്നെ ദ്വാപരയുഗത്തിലെ ശ്യാമവർണ്ണത്തില് അതടുത്ത ശ്ലോകത്തിൽ പറയുക. ഇതാനും ദ്വാപരേ തിൻഹോ ഹൈല കൃഷ്ണവർണ്ണ ഹേ സഭാ ശാസ്ത്രാംഗമ പുരാണേര മർമ്മ. ഇതാനും ദ്വാപരേ തിൻഹോ ഹൈല കൃഷ്ണവർണ്ണ ഹേ സഭാ ശാസ്ത്രാംഗമ പുരാണേന മർമ്മ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇദാനീം ദ്വാപരേ തിൻഹോ ഹൈല കൃഷ്ണ വർണ്ണ ഏയി സഭ ശാസ്ത്രാഗമ പുരാണൈര മർമ്മ. ഹരേ കൃഷ്ണ. ഇദാനീം ദ്വാപരേ തിൻഹോ ഹൈല കൃഷ്ണ വർണ്ണ ഏയി സഭ ശാസ്ത്രാഗമ പുരാണേര മർമ്മ. വിവർത്തനം. ഇപ്പോൾ ദ്വാപര യുഗത്തിൽ ഭഗവാൻ ശ്യാമവർണ്ണത്തിൽ അവതാരം കൊണ്ടിരിക്കുന്നു. പുരാണങ്ങളുടെയും ഇതര ശാസ്ത്രാഗമങ്ങളുടെയും ഇത് സംബന്ധിച്ചുള്ള സാരാംശം ഇതാണ്. ഹരേ കൃഷ്ണ. Very good. Now, in the Dwapara Yuga, the Lord had descended in a blackish hue. This is the essence of the statements of the Puranas and other Vedic literatures with reference to the context. അപ്പോൾ ദ്വാപരയുഗത്തിൽ ഭഗവാൻ ശ്യാമവർണ്ണത്തില് അവതരിച്ചു. മറ്റ് 3 യുഗങ്ങളില് സത്യ, ത്രേത ആൻഡ് കലിയില് വൈറ്റ്, റെഡ് ആൻഡ് യെല്ലോ ഈ ഹ്യൂ അല്ലെങ്കിൽ ഈ കോംപ്ലക്ഷനില് അവതരിച്ചു എന്ന് ശ്രീമദ് ഭാഗവതം പറയുന്നു.
ദ്വാപരേ ഭഗവാൻ ശ്യാമ പീതവാസ നിജായുധ ശ്രീവത്സാദ്ഭിർ അങ്കൈശ്ച ലക്ഷണൈർ ഉപലക്ഷിതാം. ദ്വാപരേ ഭഗവാൻ ശ്യാമ പീതവാസ നിജായുധ ശ്രീവത്സാദ്ഭിരങ്കശ്ച ലക്ഷണൈർ ഉപലക്ഷിതാം. ഹരികൃഷ്ണ. ദ്വാപരേ ഭഗവാൻ ശ്യാമ പീതവാസ നിജായുധ ശ്രീവത്സാദിഭിർ അങ്കൈശ്ച ലക്ഷണൈർ ഉപലക്ഷിത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ദ്വാപരേ ഭഗവാൻ ശ്യാമ പീതവാസ നിജായുധ ശ്രീവത്സാദിഭിർ അങ്കൈശ്ച ലക്ഷണൈർ ഉപലക്ഷിത. വിവർത്തനം. ദ്വാപരയുഗത്തിൽ ഭഗവാൻ ശ്യാമവർണ്ണത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. പീതാംബരങ്ങളും സ്വന്തം ആയുധങ്ങളും ധരിച്ച അവിടുന്ന് കൗസ്തുഭ രത്നത്താലും ശ്രീവത്സ മുദ്രകളാലും അലങ്കൃതനാണ്. ഇവയാണ് അവിടുന്നിനെ കുറിച്ച് വിവരിക്കപ്പെട്ടിട്ടുള്ള ലക്ഷണങ്ങൾ. ഹരേ കൃഷ്ണ. In the Dwapara Yuga, the personality of God appears in a blackish hue. He is dressed in yellow. He holds his own weapons and is decorated with the Kaustubha jewels and marks of Srivasa. This is how his symptoms are described. ദ്വാപര യുഗത്തിലെ ഭഗവാന്റെ അവതാരങ്ങളുടെ ലക്ഷണങ്ങളാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അദ്ദേഹം എന്താണ് പീതവസ്ത്രം അതാണ് ധരിക്കുന്നത്. ആൻഡ് എന്താണ് വെപ്പൺസ് ഉണ്ടാവും. ആൻഡ് ഈസ് ഡെക്കറേറ്റഡ് വിത്ത് ദ കൗസ്തുഭ ജലം കൊണ്ടും അതേപോലെ ശ്രീവത്സ മാർക്ക് കൊണ്ടും ഡെക്കറേഷൻ ഉണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ. ദിസ് ഈസ് ഹൗ ദ സിംറ്റംസ് ആർ ഡിസ്ക്രൈബ്ഡ്. ഇങ്ങനെയാണ് ലക്ഷണങ്ങൾ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. ദിസ് ഈസ് എ വേഴ്സ് ഫ്രം ശ്രീമദ് ഭാഗവതം 11.5.27 spoken by Saint Karabhajana, one of the 9 royal mystics who explained to King Nimi the different features of Lord in different ages. അപ്പോൾ നിമി മഹാരാജാവ് നവയോഗ്യന്മാരോട് ചോദിക്കുന്ന സന്ദർഭത്തിൽ കരഭജന മുനി പറഞ്ഞു കൊടുക്കുകയാണ് ഭഗവാന്റെ അവതാരങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള അവതാരങ്ങൾ, വ്യത്യസ്തമായ യോഗങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള നിറങ്ങളുണ്ട്. അപ്പൊ ഇത് ആക്ച്വലി വസുദേവര് ദ്വാരകയില് നാരദമുനിയോട് ചോദിക്കുകയാണ് ഭഗവാന്റെ അവതാരത്തിനെ പറ്റിയിട്ട്, ഭഗവാന്റെ ലീലകളെ പറ്റിയും. നാരദ മഹർഷിയോട് വസുദേവർ ചോദിക്കുന്ന സന്ദർഭത്തില് നാരദമുനി കോട്ടിയാണ്. കരാവജൻ മുനി ഇങ്ങനെ നിമി മഹാരാജ് ചോദിച്ച ചോദ്യത്തിന് ആൻസർ ആയിട്ട് ഇതാണ് പറഞ്ഞു കൊടുത്തതെന്ന് പറയാണ്. അപ്പൊ അങ്ങനെയാണ് നിമി മഹാരാജാവ് ഈ നവയോഗീന്ദ്രൻ. ആരാണ് നവയോഗീന്ദ്രന്മാർ? ആരുടെ മക്കളാണ്? ഋഷഭദേവൻ. വെരി ഗുഡ്. ടെക്സ്റ്റ് 40. കലിയുഗേ യുഗ ധർമ്മ നാമേര പ്രചാരാം താതി ലാഘി പീതവർണ ചൈതന്യാവതാരാം. കലിയുഗേ യുഗ ധർമ്മ നാമേര പ്രചാരാം താതി ലാഘി പീതവർണ ചൈതന്യാവതാരാം. കലിയുഗധർമ്മ നാമേര പ്രചാര താതി ലാഘി പീതവർണ ചൈതന്യാവതാര. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കലിയുഗേ യുഗധർമ്മ നാമേര പ്രചാര തതിലഗി പീതവർണ ചൈതന്യാവതാര. വിവർത്തനം ശ്രീ ഭക്തലിംഗ സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ദിവ്യനാമ മഹിമ പ്രചരണമാണ് കലിയുഗത്തിലെ യുഗധർമ്മം. ഈ ലക്ഷ്യത്തിനു വേണ്ടി മാത്രമാണ് ഭഗവാൻ പീതവർണ്ണത്തിൽ ശ്രീ ചൈതന്യ മഹാപ്രഭുവായി അവതരിച്ചിരിക്കുന്നത്. ഹരേ കൃഷ്ണ. Very good. The religious practice for the age of Kali is to broadcast the glories of the holy name. Only for this purpose has the Lord in a yellow color descended as Lord Chaitanya. അപ്പോൾ കലിയുഗത്തിലെ എന്താണ് ധർമ്മം? ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ധർമ്മം എന്താണ്? നാമസങ്കീർത്തന യജ്ഞം. ഓക്കെ. യജ്ഞാനാം ജപയജ്ഞോസ്മി. യജ്ഞങ്ങളുടെ ഏറ്റവും ശ്രേഷ്ഠമായത് ജപയജ്ഞം. അത് എസ്പെഷ്യലി കലിയുഗത്തിൽ. നാരദ മഹർഷി ബ്രഹ്മാവിനോട് ചോദിക്കുമ്പോൾ പറയും കലിയുഗത്തിലെ ആൾക്കാരെ എങ്ങനെ ഉദ്ധരിക്കാം, എന്താണ് വഴി? അപ്പോഴാണ് കലിസന്ധർമ്മ ഉപനിഷത്തിൽ പറഞ്ഞു കൊടുക്കുന്നത് ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ഇതി ഷോഡശകം നാം കലികൽമശനാശനം നാഥപരതരോപായ സർവവേദേഷു ദൃശ്യത. കലികാലത്തിൽ ഇതല്ലാതെ വേറൊരു വഴിയില്ല. ഇതാണ് എല്ലാ ശാസ്ത്രങ്ങളെയും കൂടെയും നിച്ചോട് എസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാൻ ചൈതന്യ മഹാപ്രഭു ആയിട്ടത്
ഇവിടെ അവതരിച്ചത്. ശ്രീകൃഷ്ണ ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവായിട്ട് ഇവിടെ കലിയുഗത്തിൽ അവതരിച്ചത് നാമസങ്കീർത്തനത്തിന്റെ പ്രചാരണത്തിന് വേണ്ടിയിട്ടാണ്. നാമസങ്കീർത്തനം മാത്രമാണ് ഒരേ ഒരു സരളമായിട്ടുള്ള വഴി നമുക്ക് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട്. So in this age of Kali, the practical system of religion for everyone is the chanting of the name of God. This was introduced in this age by Lord Chaitanya. അപ്പൊ ഇത് ശരിക്കും പ്രചാരണത്തിൽ കൊണ്ടുവന്നതാണ് ചൈതന്യ മഹാപ്രഭുവാണ്. നാമസങ്കീർത്തനം ചൈതന്യ മഹാപ്രഭുവാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം എല്ലാ സ്ഥലത്തും പോയി പ്രചരിപ്പിച്ചത്. ഭക്തി യോഗ ആക്ച്വലി ബിഗിൻസ് with the chanting of the holy name, as confirmed by Madhavacharya in his commentary on the Mundaka Upanishad. He quotes this verse from the Narayana Samhita. മാധവാചാര്യം ഇതന്നെ പറയുന്നത്. അദ്ദേഹം എവിടുന്നാണ് ഇത് കോട്ട് ചെയ്യുന്നത്? നാരായണ സംഹിത എന്നാണ്. ദ്വാപരീയേർജനേർ വിഷ്ണു പഞ്ചരാത്രേസ്തു കേവലേ കലൗതു നാമമാത്രേണ ഭുജതേ ഭഗവാൻ ഹരി. അപ്പൊ എന്താണ് നാരായണ സംഹിതത്തിൽ പറയുന്നത്? ദ്വാപര യുഗത്തിലെ വിഷ്ണു ആരാധന, അർച്ചവിഗ്രഹ ആരാധന, ടെമ്പിൾ വേർഷിപ്പ്, പാഞ്ചരാത്രി വിധി പ്രകാരമുള്ള ടെമ്പിൾ വേർഷിപ്പാണ് കേവലൈ. കലൗത്തു നാമ മാത്രേന, കലിയുഗത്തിന് നാമം മാത്രം, നാമം മാത്രം, ഹരിനാമം. പൂജ്യതേ ഭഗവാൻ ഹരി, വിഷ്ണുവിനെ ഹരിയെ നമുക്ക് ഉപാസിക്കാനുള്ള വഴി എന്താണ്? നാമമാത്രേന. അപ്പൊ നമുക്ക് വീട്ടിലിരുത്തിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. ടെമ്പിളിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ടെമ്പിൾ പോകണ്ടെന്നല്ല പറയണത്. അങ്ങനെ ഇല്ലെങ്കിൽ, അത് പറ്റിയിട്ടില്ലെങ്കിലും അതിനുള്ള കാരണം കലികാലത്തിൽ അങ്ങനെയാണല്ലോ. കലികാലത്തിൽ ആർക്കും സമയമില്ല. എന്നും ഡെയിലി പോയിട്ട് ടെമ്പിളിലൊന്നും പോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കലിയുഗത്തിലെ നാമസങ്കീർത്തനം ആ ഒരു യജ്ഞം പറഞ്ഞിരിക്കുന്നത്. വീട്ടിലിരുന്നിട്ടും അതും യാതൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളുമില്ല. ഏത് സമയത്തും ആർക്കും എപ്പോഴും നാമം ജപിക്കാൻ പറ്റും. മന്ത്രങ്ങൾ ജപിക്കാൻ അതിൻ്റെതായിട്ടുള്ള ആ ഒരു പ്യൂരിറ്റി വേണം, ഓസ്പിഷ്യസ് ടൈം വേണം, ഓസ്പിഷ്യസ് പ്ലേസ് വേണം. മന്ത്രങ്ങൾ ജപിക്കാൻ എല്ലാവർക്കും എല്ലാ സമയത്തും പറ്റില്ല. അതിന് നിബന്ധനകളുണ്ട്, നിയമങ്ങളുണ്ട്. പക്ഷേ നാമം ജപിക്കാൻ നിയമങ്ങളില്ല. ആർക്കും ഏത് സമയത്തും എപ്പോഴും ജപിക്കാൻ പറ്റുന്നതാണ്. അതിന് ഒരു നെഗറ്റീവ് എഫക്റ്റും ഇല്ല, അല്ലേ? പക്ഷെ മന്ത്രങ്ങൾ നമ്മൾ ശരിക്കും ഉച്ചരിച്ചിട്ടില്ലെങ്കിൽ അതിന് വിപരീതമായിട്ടുള്ള ആ ഒരു ഇതും കിട്ടും, റിസൾട്ടും കിട്ടും. അപ്പൊ അത് ഓസ്പിഷ്യസ് ടൈം നോക്കണം, അപ്രോപ്രിയേറ്റ് പ്ലേസ് നോക്കണം, പ്യൂരിറ്റി വേണം, ഉച്ചാരണ ശുദ്ധി വേണം. ഇതൊന്നല്ലെങ്കിൽ മന്ത്രം ജപിക്കാൻ പാടില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഗായത്രി മന്ത്രം തന്നെ, അല്ലെ? ഗായത്രി മന്ത്രം എപ്പോഴും ജപിക്കാൻ പറ്റുമോ? ആർക്കും ജപിക്കാൻ പറ്റില്ല. അതിന് ത്രിസന്ധിക്ക് മാത്രമേ പറ്റൂ. അതൊരു ഗുരു ശിഷ്യന് കൊടുക്കുന്ന സീക്രട്ടായിട്ട് മന്ത്രമാണ്, സീക്രട്ടായിട്ട് ജപിക്കാൻ പറ്റൂ. അപ്പൊ അതിന് ഒരുപാട് നിബന്ധനകളുണ്ട്. പക്ഷെ നാമം ആർക്കും അത് ബ്രാഹ്മണനാവണോ ക്ഷത്രിയനോ ഈവൻ ചണ്ടാലിനും ഡോഗ് ഈറ്റേഴ്സിനും ചെയ്യാൻ പറ്റും. ആർക്കും, ഈവൻ പരിഹാസം രൂപേണ ഞാൻ അതായത് എന്താണ് ഒരു ശ്ലോകമുണ്ട് ഭാഗവത്തില്, സാങ്കേത്യം പാരിജാതിമ തോപം ഹേളനമേവ. അതായത് സാങ്കേത്യം ഇൻഡയറക്ട്ലി നമ്മളെ ഭഗവാനെ വിളിക്കല്ല, ഇൻഡയറക്ട്ലി കൃഷ്ണ എന്ന് വിളിച്ചാലും സാങ്കേത്യം, പരിഹസിച്ചുകൊണ്ട് കൃഷ്ണ എന്ന് വിളിച്ചാലും, സ്തോപം ഒരു മ്യൂസിക്കൽ എന്റർടൈൻമെന്റ്, ഒരു പരിപാടി നടക്കുകയാണ്, അതിൽ കൃഷ്ണന്റെ പേര് വന്നു. അപ്പൊ നമുക്കറിയാം പഴയ ഒരു ഇതുണ്ട്, ദമ്മോര എന്താ ഒരു എന്താ ഇതിന്റെ പേര്, ദേവാനന്ദന്റെ അല്ലേ? അതിലൊരു ഹരേകൃഷ്ണ പാട്ടുണ്ട്. അതെന്താണ്? പരിഹസിച്ചിട്ടാണ്, അല്ലേ? ശരിക്കും ഭഗവാനെ പുകഴ്ത്തിയിട്ടല്ല പറയുന്നത്. അപ്പൊ പരിഹസിച്ചിട്ട് പറഞ്ഞാലും കുഴപ്പമില്ല. പിന്നെ ഇൻഡയറക്ട്ലി സ്വഭാവം ഹേളനം, അതായത് ഇൻഡയറക്ട്ലി നമ്മളെ ഭഗവാൻ ഉദ്ദേശിച്ചല്ല. എങ്ങനെ ഇൻഡയറക്ട്ലി? അജാമിള തന്റെ മകനെ വിളിച്ചത് നാരായണനല്ലേ വിളിച്ചത്, പക്ഷെ അതുകൊണ്ട് അദ്ദേഹത്തിന് ബെനിഫിറ്റ് കിട്ടിയോ? കിട്ടി. അപ്പൊ നമ്മള് ഇൻഡയറക്ട്ലി ആയിട്ടും ഇഗ്നോറന്റ് ആയിട്ടും പരിഹാസ്യമായിട്ടും എങ്ങനെ ഭഗവാന്റെ നാമം ഉച്ചരിച്ചാലും ശരി, അതിനുള്ള ആ സ്പിരിച്വൽ ബെനിഫിറ്റ് നമുക്ക് കിട്ടും. ഒരു അജ്ഞാത സുഹൃത്ത് നമ്മൾ അറിയാതെ തന്നെ കിട്ടും. ഒരാൾ പരിഹസിക്കായിരിക്കും, ഹരേ കൃഷ്ണ ഡിവോട്ടീസ് ആണോ, അവർക്ക് വേറെ തൊഴിലില്ല, എപ്പോഴും ഇങ്ങനെ നാമം ജപിച്ചിരിക്കും, അവർ വേറെ ഒരു പണി ചെയ്യില്ല എന്ന് പറയും, ആൾക്കാർ കംപ്ലൈന്റ് ചെയ്യും. പക്ഷെ അവർക്ക് ആ ഹരേ കൃഷ്ണ എന്ന് പറയുമ്പോൾ അവർക്ക് സുഹൃത്ത് കിട്ടുന്നുണ്ട്. പ്രഭുപാദ ചില സമയത്ത് തന്റെ ഡിസൈപ്പിൾസ് കൊണ്ട് പറയും, പേപ്പറിൽ ഹരേ കൃഷ്ണ മൂവ്മെന്റിനെ പറ്റിയിട്ട് ഒരുപാട് ക്രിറ്റിസിസം വരുന്നുണ്ട്,
അപ്പോൾ അങ്ങനെയാണ് ഒന്ന് വായിക്കാൻ പറയും. പ്രഭുപാദ് മുഴുവൻ ക്രിട്ടിസിസം, കുഴപ്പമില്ല എന്നാലും വായിക്കാൻ പറയും. അപ്പോൾ അതിൽ എത്ര പ്രാവശ്യം ഹരി കൃഷ്ണ എന്നുള്ള പേര് അതിൽ എഴുതിയിട്ടുണ്ട് അത് നോക്കാൻ പറയും. എത്ര പ്രാവശ്യം കണ്ടോ, എത്ര പ്രാവശ്യം അവർ എഴുതിയിട്ടുണ്ട്, എത്ര പ്രാവശ്യം ആൾക്കാർ വായിച്ചു. അപ്പോൾ അവർക്ക് അതുകൊണ്ട് ഗുണം കിട്ടുന്ന പറഞ്ഞു. അതാണ് കലികാലത്തിലെ നാമത്തിന്റെ മഹിമ. അതന്നെ ഇറ്റ് ഈസ് നോട്ട് ഗവേൺഡ് ബൈ എനി റൂൾസ് ആൻഡ് റെഗുലേഷൻ. ദേശകാലപാത്രം നോക്കേണ്ട ആവശ്യമില്ല. ഏത് സമയത്തും ആർക്കും എപ്പോഴും ഹരിനാമം ചൊല്ലാം. അതുകൊണ്ട് യാതൊരു നെഗറ്റീവ് എഫക്റ്റും കിട്ടില്ല. നേരെ മറിച്ച് എപ്പോഴും അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. So in the Dwapara Yuga, people should worship Lord Vishnu only by the regulatory principles of the Narada Pancharatra and others such authorized books. അപ്പോൾ ടെമ്പിൾ വർഷിപ്പ് എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധന, വിഗ്രഹാരാധന പറഞ്ഞാൽ നമ്മൾ റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ്, നമ്മൾ അതായത് മന്ത്ര വിധി, പഞ്ചരാത്രിക വിധി പ്രകാരം മാത്രമേ നമുക്ക്, അതിൻ്റെ അത്തോറൈസ്ഡ് ബുക്സ് ഉണ്ട്, അതിലെന്താണ് പറഞ്ഞെങ്കിൽ അത് പ്രകാരം നമ്മൾ ചെയ്യണം. വിംസിക്കലി നമുക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മളുടെ ഇഷ്ടപ്രകാരം ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്താണ്, ഇൻ ദ ഏജ് ഓഫ് കലി ഹവർ പീപ്പിൾ ഷുഡ് സിംപ്ലി ചാൻറ്റ് ദ ഹോളി നെയിംസ് ഓഫ് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. വെറുതെ ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിച്ചാൽ മതി. ദ ഹരേ കൃഷ്ണ മന്ത്ര സ്പെസിഫിക്കലി മെൻഷൻ ഇൻ മെനി ഉപനിഷത്ത് സച്ച് ആസ് ദ കലിസന്ധന ഉപനിഷത്ത് where it is said Hare Krishna 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 Hare 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 Rama 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 Hare Hare Iti Shodasakam Namnam Kali Kalmashanashanam Nada Paradarobhaya Sarva Vedeshu Drishyate. After searching through all the Vedic literature, one cannot find a method of religion more sublime for this age than the chanting of Hare Krishna. അപ്പോൾ എല്ലാ വേദഗ്രന്ഥങ്ങളിലും നമ്മൾ തെരഞ്ഞു നോക്കിയാൽ നമുക്ക് ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു മന്ത്രം നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് ഇതിനെ മഹാമന്ത്രം എന്ന് പറയുന്നത്. വളരെ സരളമായിട്ട് ആർക്കും ഒരു നിയമമില്ലാതെ നടന്നിട്ടും കടന്നിട്ടും എപ്പോൾ അങ്ങനെ വേണം ചോദിക്കും. പക്ഷെ അതുകൊണ്ട് നമ്മൾ ദീക്ഷ എടുത്തിട്ടുള്ള എല്ലാവരും അതിൻ്റെ ഇത് ഗുരു പറഞ്ഞ പ്രകാരം നമ്മൾ ക്വാളിറ്റി ചാൻഡിങ് വേണം. 16 മാല നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ എങ്ങനെയാണോ ചെല്ലേണ്ടത് അത് ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ആ സമയത്ത് നമ്മൾ വേറൊന്നും ചെയ്യാൻ പാടില്ല. എക്സ്ക്ലൂസീവായിട്ട് അത് ഒരു സ്ഥലത്തിരുന്നിട്ട് ഭഗവാനെ ധ്യാനിച്ച് ഭഗവാന്റെ നാമത്തിൽ ധ്യാനിച്ച് ചെയ്യണം. അതല്ലാതെ നമ്മൾ എപ്പോൾ വേണമെങ്കിലും ഭഗവാന്റെ നാമം എങ്ങനെ വേണമെങ്കിലും സ്മരിക്കാം. പക്ഷെ നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ടുള്ള 16 റൗണ്ട് വളരെ ശുദ്ധമായിട്ട് ഭഗവാന്റെ നാമത്തിൽ ധ്യാനിച്ച് ഒരു സ്ഥലത്തിരുന്ന് ചെല്ലണം. അതിനുശേഷം നമ്മൾ എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. നമ്മൾ ആരാധന ചെയ്യുന്ന സമയത്ത്, ആരതി ചെയ്യുന്ന സമയത്ത്, ഓക്കെ, നമ്മൾ രാവിലെ മംഗളാരതി ചെയ്യുന്നുണ്ട്, വൈകുന്നേരം സന്ധ്യാരതി ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ പേപ്പർ വായിക്കുമോ, വാട്സാപ്പ് നോക്കുമോ, ഫോൺ നോക്കുമോ, അല്ലെങ്കിൽ വേറെ വല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതേപോലെ തന്നെ ആ ഒരു എക്സ്ക്ലൂസീവ് ടൈം എങ്ങനെ അങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കുന്നോ അതേ എക്സ്ക്ലൂസീവ് ടൈം നമ്മൾ നാമജപത്തിന് കൊടുക്കണം. നമ്മൾ സാധാരണ നാമജപം ചെല്ലുന്ന സമയത്ത് പല കാര്യങ്ങളും മൾട്ടി ടാസ്കിങ് ചെയ്യുന്നുണ്ടായിരിക്കും, അത് പാടില്ല. എക്സ്ക്ലൂസീവ് ടൈം നമ്മൾ നാമജപത്തിന് കൊടുക്കണം. അതാണ് നമ്മുടെ ആചാര്യന്മാരും ചൈതന്യ മഹാപ്രഭു പറയുന്നത്. 24 മണിക്കൂർ നമുക്ക് സ്മരിക്കാം, അതിന് കുഴപ്പമില്ല. പക്ഷെ നമ്മളെ എസ്പെഷ്യലി ദീക്ഷ എടുത്തിട്ടുള്ള എല്ലാവരും കമ്മിറ്റ്മെന്റ് ആണ്. നമ്മൾ ഗുരു മഹാരാജിന് കമ്മിറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, പ്രഭുപാദയ്ക്ക് കമ്മിറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അത് ക്വാളിറ്റി റൗണ്ട്സ് ചാൻഡിങ്, 16 റൗണ്ട്സ് ഓഫ് ചാൻഡിങ്. അപ്പം അത് നമ്മൾ സൂക്ഷിക്കണം. ബാക്കി എല്ലാ സമയത്തും നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ബാക്കി മൾട്ടി ടാസ്കിങ്, അതായത് നമ്മൾ വീട്ടിൽ ജോലി ചെയ്യുന്ന സമയത്തും ഓഫീസിൽ ജോലി ചെയ്യുന്ന സമയത്തും ഭഗവാന്റെ നാമം സ്മരിക്കുന്നത് യാതൊരു കുഴപ്പമില്ല. സോ ആഫ്റ്റർ സെർച്ചിങ് ത്രൂ ഓൾ ദ വേദിക് ലിറ്ററേച്ചർ വൺ കനോട്ട് ഫൈൻഡ് എ മെത്തേഡ്. ഇതിലും നല്ലൊരു വിധി, നല്ലൊരു വഴി നമുക്ക് കാണില്ല. ഇത്രയും സരളമായിട്ടുള്ള ഒരു പ്രോസസ്സ് വേറെ ഒരു കാലത്തും ഒരു യുഗത്തിലും ആർക്കും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് പരീക്ഷിത് മഹാരാജ് അവനോട് സുഖദേവ് ഗോസ്വാമി പറഞ്ഞത്, കലൈർദോഷ നിധേ രാജൻ അസ്തി ഏകോ മഹാൻ ഗുണാൻ കീർത്തനാദ് ഏവ കൃഷ്ണസ്യ മുക്ത സംഘ പരം വ്രജേത്. അതായത് ഒരുപാട് ദൂഷ്യങ്ങളുണ്ട്, ഒരുപാട് കുറവുകളും കുറ്റങ്ങളും പോരായ്മകളും ഈ കലിയുഗത്തിലുണ്ട്. പക്ഷേ ഒരേ ഒരു നല്ല ഗുണമാണുള്ളത്, കീർത്തനാദ് ഏവ കൃഷ്ണസ്യ, ഭഗവാൻ കൃഷ്ണന്റെ നാമം ജപിക്കുന്നത് മാത്രം. അതാണ് ഏറ്റവും നല്ലൊരു ഗുണം. അതുകൊണ്ട് മുക്ത സംഘ പരം രചിത്, നമ്മൾ ഈ ഭൗതിക ലോകത്ത് നിന്ന് ആധ്യാത്മിക ലോകത്തിലേക്ക് പോകാനുള്ള ആ ഒരു എലിജിബിലിറ്റി നമുക്ക് കിട്ടും ഈ ഭഗവാന്റെ നാമം ചൊല്ലുന്നു. ടെക്സ്റ്റ് 41.
തപ്തഹേമ സമാ കാന്തി പ്രകാണ്ഡ ശരീരാ നവ മേഘാജിനി കാണ്ഠ ധവനീയ ഗംഭീരാ തപ്തഹേമ സമാ കാന്തി പ്രകാണ്ഡ ശരീരാ നവ മേഘാജിനി കാന്ത ധ്വനീയ ഗംഭീരാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തപ്ത ഹേമ സമകാന്തി പ്രകാണ്ഡ ശരീര നവമേഘജിനി കണ്ഠ ധ്വനി ഗംഭീര. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തപ്തഹേമ സമകാന്തി പ്രകാണ്ഡ ശരീര നവമേഘജിനി കണ്ഠ ധ്വനിയ ഗംഭീര. വിവർത്തനം ശ്രീ എസ് സി ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭുപാദ് കീ ജയ്. അവിടുത്തെ വിശാലമായ തിരുമേനിയുടെ കാന്തി ഉരുകിയ സ്വർണത്തിന് സമാനമാണ്. അവിടുത്തെ ഘനഗംഭീര ശബ്ദം ഇടിമുഴക്കത്തെയും കീഴടക്കുന്നു. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭുപാദ് കീ ജയ്. The luster of his expansive body resembles molten gold. The deep sound of his voice conquers the thundering of newly assembled. ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ശരീരം എന്താണ് കായ resembles molten. എന്താണ് മോൾട്ടൺ ഗോൾഡ് എന്ന് പറഞ്ഞാൽ സ്വർണം ഉരുക്കി ഒഴിക്കുമ്പോഴുള്ള ആ ഒരു കളറ്, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളത് ഒരു കളറ്, മോൾട്ടൺ ഗോൾഡ്. അതാണ് മോൾട്ടൺ ഗോൾഡ് എന്ന് പറയുന്നത്. സ്വർണം ഉരുക്കി ഒഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ കളറ്, അതാണ് ഭഗവാന്റെ ലസ്റ്റർ, ഭഗവാന്റെ കാന്തി, ശരീരകാന്തി. സൗണ്ടോ, അദ്ദേഹത്തിന്റെ ശബ്ദമോ, ഡീപ് സൗണ്ട് ഓഫ് ഹിസ് വോയിസ് കോൺകേഴ്സ് തണ്ടറിങ് ഓഫ് ന്യൂലി അസംബിൾഡ് ക്ലൗഡ്സ്. പുതുതായിട്ട് ഫോം ചെയ്തിട്ടുള്ള ആ മേഘങ്ങളുടെ ആ ഗർജനത്തിനേക്കാളും ഡീപ് സൗണ്ടാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ആ സൗണ്ട് എന്നാണ് പറയുന്നത്. അത്രയും ഗാംഭീര്യമുള്ള ഒരു സൗണ്ട്. ചൈതന്യ മഹാപ്രഭുവിന്റെ ശരീരത്തിന്റെയും സൗണ്ടിനെയും പറ്റി ഇവിടെ ഗ്ലോറിഫൈ ചെയ്യാണ് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി. അടുത്തത് 42. അടുത്ത ക്ലാസ്സിൽ വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. अनंत कोटि वैष्णव की जय, श्री प्रभुपाद की जय, गुरु महाराज की जय. थाय गो प्रेमानंदी. हरि हरि बोल. हरे कृष्णा. എന്തെങ്കിലും